ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം സെവന ചേച്ചന് ഇന്ന് ഓഫീസിൽ പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും മറ്റേ ഇതുണ്ടല്ലോ, എന്താ പേരെന്തായിരുന്നു മറന്നുപോയി, ചിക്കൻ സ്റ്റൂ. നമ്മുടെ ഇടിയപ്പം ആയിക്കൊണ്ടിരിക്കുന്നു. അടച്ചു വെക്കട്ടെ കേട്ടോ. പൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഞാൻ കുറച്ച് ചിക്കനെ എടുത്തുള്ളൂ, കാരണം നമുക്ക് രാവിലത്തേക്ക് മാത്രം മതിയല്ലോ. ചായ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛനെ എഴുന്നേൽപ്പിച്ചു, ചായയൊക്കെ കൊടുത്തു. ഇപ്പോൾ ഓഫീസിൽ പോകാൻ റെഡി ആകുകയാണ്. ഞാൻ താണ്ട് ഇവിടെ നിന്നിങ്ങനെ ചായ കുടിക്കും. ഞാൻ കുറച്ച് സ്ലോയാണ് ചായ കുടിക്കാനാട്ടോ. രാവിലെ മാത്രമല്ല, ഉച്ചയ്ക്കായാലും അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും വെക്കുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പം ഇതേപോലെ കുറേ പാത്രങ്ങൾ ഞാനിങ്ങനെ നിരത്തിയിടും. എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും പിന്നെ അടുക്കള കിടക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് നീറ്റാക്കട്ടെ. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഓഫാണ്, ഇനി ഓണാക്കട്ടെ. അച്ഛൻ റെഡിയായിട്ട് വന്ന പാടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാനൊരു 3 ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കാനായിട്ട് പോവായിരുന്നു. കുഞ്ഞുവിന് ഞാനൊരു പ്ലേറ്റിലാണെങ്കിൽ ഇതേപോലെ ഒരു ഇടിയപ്പം ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളെ നോക്കുന്നു, നമ്മളും കഴിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഞാൻ കറി ഒഴിക്കാതെ കൊടുത്തേ കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ കുരുമുളക് ഇട്ടതുകൊണ്ട് ചെറിയൊരു എരിപോലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അവൾക്ക് കറി ഒഴിക്കാതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. കഴിഞ്ഞ് അച്ഛൻ ഓഫീസിൽ പോയി. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന്, നല്ല തണുപ്പായിരുന്നു പുറത്താട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ കയറി. പിന്നെ നമ്മുടെ ഫിഷിന് തീറ്റ കൊടുക്കണം. മറ്റേ ആള് കല്ലിൻ്റെ ഇടയ്ക്കാട്ടോ. അവൻ ചില സമയം മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഇടയ്ക്ക് തന്നെ ഇരിക്കും. ചിക്കൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തൈര് ഇരിപ്പുണ്ട്. ഇനി ഇത് വെച്ചിട്ട് പച്ചമോരാക്കാമെന്ന് വിചാരിച്ചോട്ടോ. ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം ഒന്ന് മിക്സാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്യാബേജ് തോരനും ഇച്ചിരി മോരും ഒക്കെ പുരട്ടി, പിന്നെ അച്ചാറും, പിന്നെ രാവിലത്തെ സ്റ്റൂ ഉണ്ടായിരുന്നല്ലോ അതും, ഇച്ചിരി ചമ്മന്തിയും സവാളയും ചിക്കൻ പീസും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചമ്മന്തിയും പിന്നെ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു പ്ലേറ്റ് ചോറ് കഴിക്കും. പിന്നെ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു നൈസ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുകയാണ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയേക്കാണ്. ഞാൻ കുഞ്ഞൂനെ ഉറക്കി, അതിൻ്റെ കൂടെ ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും പിന്നെ സെവിന ചാച്ചനും വന്നു. അപ്പോൾ അച്ഛനിപ്പോൾ കടയിലോട്ട് പോയേക്കാണ്. മറ്റേ എന്തെങ്കിലും ചായയുടെ കൂടെ ടച്ചിങ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് മേടിക്കാൻ പോയേക്കാണ്. എന്തോന്നൊന്നും അറിയത്തില്ല. കൊണ്ടുവരുമ്പോൾ അറിയാം എന്തുവാണെന്ന്. ഈ ബാഗിനകത്താന്നാ പനീർ പപ്സും മസാല പീനട്ടുമാണ് നമ്മൾ മേടിച്ചത്. നല്ല ചൂട് പപ്സായിരുന്നു. ഓവനകത്തിട്ട് ചൂടാക്കി അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിലോട്ട് എടുത്തിങ്ങനെ വെക്കുമായിരുന്നു. ചായയും റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ പപ്സ് കഴിക്കുന്നത്. കാരണം നമ്മളെ സെയിം കടയിൽ നിന്ന് തന്നെ ഒരു വട്ടം മേടിച്ചായിരുന്നു. കരിഞ്ഞ പപ്സായിരുന്നു. അന്നത്തോടെ നിർത്തി. പിന്നെ ഇപ്പോഴാണ് മേടിക്കുന്നത്. നൈസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് TV-യിൽ പാട്ടൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു. നൈസ് കപ്പലണ്ടി ആയിരുന്നു കേട്ടോ. മസാല പീനട്ട് ഉണ്ടല്ലോ, അതാണ്. വേണ്ട, കുറച്ചെടുത്ത് കൈ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ തിന്നുകൊണ്ട് പോകാട്ട. മുറ്റത്തോട്ട് ഇറങ്ങായിരുന്നു, പക്ഷെ അവിടെ ഫുള്ള് വണ്ടി ഇരിക്കുന്നു, ബൈക്കൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് മുറ്റത്ത് അവർക്ക് ഓടി നടക്കാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല.
അപ്പം നമ്മൾ വിചാരിച്ചു ടെറസിൽ പോവാന്ന് കേട്ടോ. അപ്പം ഞാൻ ജനലൊക്കെ അടയ്ക്കട്ടെ. അങ്ങനെ നമ്മൾ ടെറസിൽ വന്നേക്കുന്നു ഗൈസ്. നമ്മൾ ടെറസിൽ വന്നു കളിക്കുവാൻ. ഹായ്, ഓടി വാ ഓടി വാ ഓടി വാ. യൂ പറഞ്ഞു പോകുന്നത് വാ. ഗൈസ് അങ്ങനെ നമ്മൾ ടെറസിലൊക്കെ പോയിട്ട് വന്നു. നല്ല തണുപ്പ് ആയി വരുന്നുണ്ട് കേട്ടോ. ഒരു 6 മണി ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും മുകളിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടങ്ങ് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുഞ്ഞു ഹാപ്പി, നാനും ഹാപ്പി, പപ്പായും ഹാപ്പി, എല്ലാവരും ഹാപ്പി. കുറച്ച് നേരം നടക്കാമെന്നും പറഞ്ഞ് റോഡിലിറങ്ങിയതാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പം ഏത് സമയത്തും ഫുൾ ഓണാണ്. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് അവിടെയൊക്കെ ആൾക്കാർ നടപ്പുണ്ട് കേട്ടോ. ഇതൊരു ഇച്ചിരി ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതാണ് നമ്മൾ ഇതുവഴി നടക്കാമെന്ന് വിചാരിച്ചത്. കണ്ട എൻ്റെ അവിടെയൊക്കെ ഓരോരുത്തരൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരും നൈറ്റ് വാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ സ്വെറ്ററൊക്കെ ഇട്ടത് കൊണ്ട് തണുപ്പ് ഓവറായിട്ട് അറിയാനില്ല. നല്ല തണുപ്പുണ്ട്. സ്വെറ്റർ ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ് ഗൈസ്. വേണ്ട നമ്മുടെ മെയിനിൽ വന്നിട്ടുള്ള ഒരു പുതിയ കടയാട്ടോ. ഫുഡിൻ്റെ കടയാണ്. കടയുടെ പേരെന്തുവാ എന്തുവെച്ചാൽ മൽനാട് ഫിഷ് ഫ്രൈ എന്നും പറഞ്ഞാണ് കടയുടെ പേര്. ഇത് ജ്യൂസ് കട. ഓക്കെ, കുറേ കടകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്ലോസ് ആക്കി. പെരും പി ജി ആണ് ഇവരൊക്കെ കെട്ടിപ്പൊക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു പി ജി ഇവിടെ എല്ലാം ഇപ്പം പി ജി ആട്ടാ. കണ്ടോ ഗൈസ്, ഇതും പി ജി ആണ്. ഇതൊക്കെ പി ജി ആണ് കേട്ടോ. മൊത്തം പി ജി ആണ് ഇവിടെ. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു സ്കൂളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ ഇതില്ല, ഇതിന് നേരെ നടന്നു പോകുമ്പോൾ ആ അറ്റത്തായിട്ടായിരുന്നു നമ്മൾ മുമ്പ് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. 5 രൂപ കോയിൻ ഇട്ടിരുന്നാൽ മതി, അപ്പം നമുക്ക് വെള്ളം. പിന്നെ പപ്പയാണെങ്കിൽ വാട്ടർ പ്യൂരിഫയർ മേടിച്ച് വെച്ച്. അതുകൊണ്ട് പിന്നെ നമ്മൾ 5 രൂപയും കൊണ്ട് അവിടെ പോയിട്ട് ക്യൂ നിന്ന് വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ടർ പ്യൂരിഫയർ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വെള്ളത്തിന് ക്ഷാമമില്ല കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു ജീപ്പും കിടപ്പുണ്ട്. ജീപ്പ് എന്നല്ല വെച്ചാൽ പറയാ, ജീപ്പ്. പിന്നെ ഒരു ചെറിയൊരു കാറും ഉണ്ട്. ഇത് രണ്ടിൽ താഴെ കണ്ട് അടിയിൽ ലൈറ്റ് ഇട്ടേക്കുകയാണ്. എലിയെ തുരത്താൻ വേണ്ടിയിട്ട് അവർ വണ്ടിയുടെ അടിയിൽ ലൈറ്റ് കത്തിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ സ്പ്രേ ആയിരുന്നു അടിക്കുന്നത്. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ ആണെന്ന് എനിക്കറിയാം കേട്ടോ. ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ നിൽക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.